ഈ വർഷത്തെ രണ്ടാമത്തെ ചക്കയാ. വരിക്കച്ചക്ക കേട്ടോ. അടിപൊളി. ചക്ക ഇഷ്ടമുള്ളവർ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ കേട്ടോ. ഞങ്ങളുടെ ഇവിടുത്തെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. അതെ, മുറിക്കട്ടെ? മുറിച്ചോ. അടിപൊളി ചക്ക. വരിക്കച്ചക്കയാണ്. ബഡ് പ്ലാവിലെ ചക്കയാന്ന് പറഞ്ഞേ. ശരിക്കും പഴുപ്പായില്ല, ഞങ്ങളങ്ങ് മുറിക്കുക. പിന്നെ ആയതുകൊണ്ടേ അല്ലേ, അതുകൊണ്ട് അങ്ങ് മുറിക്കുക ഞങ്ങള്. ശരിക്കും പഴുക്കാൻ ഒരു പുളപ്പേ വെക്കണോളൂ. ആയി കൊള്ളാണ്ടേ. നല്ല കളറ് അല്ലേ, നല്ല കളറ്. അടിപൊളി. ചക്കയുടെ കുനിയലൊക്കെ ഏതൊക്കെയാന്ന് പറഞ്ഞോ? ഇത് കുനിയൽ, അത് നമ്മള് കളയും. ചക്ക മടലെന്ന് പറയണ അതിന്റെ സ്കിന്നാണ്. അതാണ് ചക്ക മടല്. പിന്നെ ചക്കക്കുരുവും ചക്കച്ചോള എല്ലാവർക്കും അറിയാം. ചവണി, ചവണി ഇത് കട്ട് ചെയ്യട്ടെ. കുനിയൽ എപ്പോഴും നമ്മൾ കളയണം അല്ലേ. പിന്നെ ഇതിൽ വിളങ്ങിയും കുറവല്ലേ. അതെ നോക്കി, അത് തന്നെ ഒട്ടുപ്ലാവായിട്ടാണെന്ന് അറിയില്ല കേട്ടോ. ഞാൻ കുറച്ചുകൂടെ കട്ട് ചെയ്യട്ടെ കേട്ടോ കുനിയൽ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചക്കയുടെ നല്ല ബ്യൂട്ടിഫുൾ സ്മെല്ല് വരുന്നുണ്ട്. ഇച്ചിരി കുറവാ, ഞാൻ അതുകൊണ്ട് ചിരട്ട എടുത്തില്ല കേട്ടോ. അതെ ഉരിയട്ടെ. നല്ല മണമുണ്ട്, നല്ല മണമുണ്ട്. ചക്കയുടെ സ്മെല്ല് മലയാളികൾക്ക് എന്നും ഒരു വികാരമാണ്. മലയാളികളുടെ കുത്തകയല്ലേ. അതെ. ഞാൻ പിന്നെ വിളങ്ങിയും കളഞ്ഞ് അല്ല ചവണി കളഞ്ഞെടുക്കാം. ഇപ്പം ആദ്യം അങ്ങ് ഉരിഞ്ഞിടാം അതിലേക്ക്, എന്നിട്ട് ചവണിയും കളഞ്ഞ് മാറ്റിത്തരാം. വിളങ്ങിയും കുറവായത് കൊണ്ടാണ് ഞാൻ പിന്നെ വേറെ ചിരട്ടയൊന്നും എടുക്കാൻ വേണ്ടി. ഉരിയട്ടെ കേട്ടോ. ഉരിഞ്ഞെടുക്കണ്ടേ. നല്ല സ്മെല്ല. പഴുത്തു വന്നോളാം. അതെ രണ്ടു കണ്ണങ്ങൾ എടുക്കട്ടെ, കാണിക്കാം. ചക്ക കണ്ട ആർക്കാ കൊതിയില്ലാത്തതേ. കയ്യിലെടുത്ത് കയ്യിൽ കാണിക്കാം. ചവണിയൊക്കെ കളയാണ്. ചക്ക മുറിച്ച് കഴിഞ്ഞാൽ അടുത്ത വീട്ടിൽ മണം വരൂല്ലേ. ചക്കയുടെ പ്രത്യേകത. ഞങ്ങളുടെ പ്ലാവയിൽ ചക്ക ഇടിഞ്ചക്കപ്പാകം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവിടെ. ഇതേ ഇങ്ങനെ കാണിക്കാം. ഞാൻ പറഞ്ഞില്ലേ 2 ദിവസം കൊണ്ട് കഴിഞ്ഞാൽ ശരിക്ക് പഴുക്കും. ഞങ്ങൾ ഒരു കോന്തം അതുകൊണ്ട് എടുക്കണോളൂ. ഇത് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കുമായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു. ചക്ക ഇഷ്ടമുള്ള എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാം. ചക്ക കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡിഷസ് ഒക്കെ അനവധിയാട്ടോ. നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് റെസിപ്പീസ് നമുക്ക് ചക്ക വെച്ചിട്ട് ചെയ്യാം. കണ്ട ബ്യൂട്ടിഫുൾ ചക്ക. പഴുത്ത് വരണേ ഉള്ളൂ, പുളി വെച്ചിട്ടുള്ളൂ അല്ലേ. പുളി വെച്ചിട്ടുള്ളൂ, എന്നാലും മധുരമുണ്ട്. കളറും ശരിക്കും 2 ദിവസം കഴിഞ്ഞാൽ നല്ല കളറും ആവും. ഇനി ചക്കയുടെ സീസൺ അങ്ങ് ആവുമല്ലേ. എന്നാലും പിന്നെ ഇപ്പൊ ഈ വർഷം 2ാമത്തെ അല്ലേ ചക്ക. നമ്മുടെ അടിപൊളി ചക്ക സൂപ്പർ ചക്ക, അടിപൊളി ചക്ക, വരിക്കച്ചക്ക, മധുരമുള്ള ചക്ക, പലഹാരങ്ങൾ ഉണ്ടാക്കും ചക്ക. ചക്ക വെച്ചിട്ട് നിങ്ങൾക്കറിയാവുന്ന പലഹാരങ്ങളെല്ലാം, ഉണ്ടാക്കാൻ പറ്റുന്ന പലഹാരങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ഇടൂ കേട്ടോ. അപ്പൊ ഇത് കഴിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഇനി പടം എടുക്കലല്ലേ. കിളികളൊക്കെ ചുറ്റും വന്ന് ഇരിപ്പുണ്ട്. അവരെന്തൊക്കെയോ അവർക്ക് പ്രതീക്ഷ ഉണ്ടെന്ന് കരുതിയാണ് അവർ വന്നിരിക്കണേ. ഇതാണ് നമ്മുടെ ചക്കപ്പഴം. പഴമായിട്ടില്ല, പഴമായി തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പൊ ഇതെന്തായാലും ഒന്ന് കഴിക്കട്ടെ കേട്ടോ. അടിപൊളി ചക്ക, സൂപ്പർ വരിക്കച്ചക്ക. കേട്ടോ, അത് മധുരമൊക്കെ ഉണ്ട്. സൂപ്പറാ. ഇതാണ് നമ്മുടെ ചക്കക്കുരു. കഴിഞ്ഞ വർഷത്തെ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ചക്കക്കുരു കൊണ്ടുള്ള ഷെയ്ക്ക് ഭയങ്കര ട്രെൻഡി ആയിരുന്നു. നമ്മളുണ്ടാക്കി, നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ ഈ വർഷം എന്തെങ്കിലുമൊക്കെ പുതിയ ട്രെൻഡുകളൊക്കെ വരുമായിരിക്കാം. നമുക്ക് ചെയ്യാം. അതെ, എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല ചക്കക്കുരുവാണ്. ഒരുപാട് ഡിഷസ് ഉണ്ടാക്കാം ചക്കക്കുരു വെച്ചിട്ട്. ട്രഡീഷണൽ റെസിപ്പി. അതെ, ഒരുപാടുണ്ട് ട്രഡീഷണൽ റെസിപ്പി. വറുത്തരച്ച് വരെയും ചെയ്തിട്ടുണ്ട്. പകുതി മുറിച്ച ചക്ക അങ്ങനെ കാത്തിരിക്കുന്നു. ഇവിടെ ചക്കയുടെ ഹാഫ് മൂൺ ഷേപ്പ് പല രീതിയിലാണ്. ചക്കപ്പഴം. പഴമായിട്ടില്ല, പഴം ആവണേ ഉള്ളൂ.